بسم الله الرحمن الرحيم. ജിദ്ദ ഇസ്ലാമിക് സെന്റർ 643-0316 60417221. ദാറുസ്സലാം ഹോട്ടൽ സുന്ദുസിന് സമീപം ബഗ്ദാദിയ ജിദ്ദ. وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وصحابه وأتباعه إلى يوم الدين. أما بعد. പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ജനതകളെ സംബന്ധിച്ചായിരുന്നു നാം പറഞ്ഞു വന്നത്. അതിൽ നാം പറഞ്ഞു കഴിഞ്ഞത് സബ എന്നു പേരുള്ള ജനതയെ സംബന്ധിച്ചാണ്. പുരാതന യമനിൽ അധിവസിച്ചിരുന്ന ഈ ജനതയെ സംബന്ധിച്ചും അവരുടെ പ്രത്യേകതകളെ സംബന്ധിച്ചും അവരുടെ കാലത്തെ സംബന്ധിച്ചും അവർക്ക് സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചും അവരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം ഏതാണ്ട് ഏകദേശം നാം കഴിഞ്ഞ ദിവസം പരിശോധിക്കുകയുണ്ടായി. ഇന്ന് നാം പറയാൻ പോകുന്നത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ട ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ ആദ്, സമൂദ് തുടങ്ങിയ ജനതകളെ സംബന്ധിച്ചാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം വ്യത്യസ്തമായ സ്വരങ്ങളിൽ ആദ് ജനതയുടെയും സമൂദ് ജനതയുടെയും ചരിത്രം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇത് ആവർത്തിച്ച് ഉണർത്തിയതിന്റെ പിന്നിലുള്ള ഒരു തത്വം ആദ് വംശവും സമൂദ് വംശവും അധിവസിച്ചിരുന്നത് പരിശുദ്ധ ഖുർആൻ ആദ്യമായി സംബോധനം ചെയ്ത അറബികളുടെ പ്രദേശമായ അറേബ്യയിലായിരുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സബ ജനത അറബികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെയുള്ള മറ്റു 2 പ്രധാന ജനതകളായിരുന്നു ആദ്, സമൂദ്. ആദിനെ സംബന്ധിച്ചും സമൂദിനെ സംബന്ധിച്ചുമുള്ള പഠനങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം ആ ജനങ്ങളുടെ ആവാസ കേന്ദ്രത്തിലൂടെ അവർ അധിവസിച്ചിരുന്ന പ്രദേശങ്ങളിലൂടെ വ്യാപാര ആവശ്യാർത്ഥം സാധാരണ സഞ്ചരിക്കാറുള്ളവരായിരുന്നു അവരെല്ലാവരും. അതുകൊണ്ട് അവരെ ഉത്ബോധനം ചെയ്യുവാൻ, അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ അധ്യായമായി ആ ജനവിഭാഗങ്ങളുടെ ഭൂപ്രദേശങ്ങളായിരുന്ന അഹ്ഖാഫും അൽ ഹിജ്റും ഇത് രണ്ടും നിലകൊള്ളുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിന് മഹാനായ അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ വലിയ ഒരർത്ഥമാണ് അത് അവരുടെ മനസ്സുകളിൽ സൃഷ്ടിച്ചിരുന്നത്. അവർക്ക് അന്യമായ, അവർക്ക് അറിവില്ലാത്ത ഒരു സംഭവത്തെ സംബന്ധിച്ചായിരുന്നില്ല അപ്പോൾ പറയുന്നത്. ആദ് എന്ന് പറയുമ്പോഴേക്ക്, സമൂദ് എന്ന് പറയുമ്പോഴേക്ക് അവരുടെ തലമുറകളിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ചരിത്രം അവരുടെ മനസ്സുകളിലേക്ക് കടന്നുവരിക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ കലാമിലൂടെ എന്തിനാണോ ചരിത്രങ്ങൾ പറഞ്ഞത്, അതെന്തിനായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അത് ആ ചരിത്രത്തിന്റെ പാഠങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഉത്ബോധനം ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഉത്ബോധനം ചെയ്യാനുള്ള വിശുദ്ധ ഖുർആനിന്റെ ഈ അടിസ്ഥാന ശ്രമം
അത് ഏറെ വിജയപ്രദമാകുന്ന ഒരു സാഹചര്യമാണ്, ഒരു ചുറ്റുപാടാണ് സത്യത്തിൽ ആദ് ജനതയുടെയും സമൂദ് ജനതയുടെയും കാര്യത്തിലുള്ളത്. ഈ ജനതകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൗതുകകരമായ പല കാര്യങ്ങളുമുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ ജനതയെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ഭാരതീയ ദർശനത്തിലെ, അതായത് ലോകത്തിലെ മനുഷ്യ സംസ്കാരത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ പ്രധാനമായ ഒന്നായ ഭാരതീയ സംസ്കാരത്തിൽ ആദ് സമൂദ് സമുദായങ്ങളുടെ വംശങ്ങളുടെ സ്വാധീനത്തെ കൂടെ നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയും എന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ചരിത്രത്തിലേക്ക് നമ്മുടെ മനസ്സുമായി നാം സഞ്ചാരം ആരംഭിക്കേണ്ടത് ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതലാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജനങ്ങൾ അസാൻമാർഗികമായ പ്രവണതകളിൽ ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പാതയിൽ നിന്ന്, അള്ളാഹുവിന്റെ പാതാവിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും വ്യതിചലിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ആ ചരിത്രം അറിയാം. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സ്വഭാവവും അതുവഴി സാക്ഷാൽ സൃഷ്ടാവിനെ മറന്നുപോകുന്ന ഒരു പ്രവണതയും നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതയിലുണ്ടായി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജനതയിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു മാർഗമായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രബോധനത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എന്നോണം സംഭവിച്ച, ലോക ചരിത്രത്തെ തന്നെ സ്വാധീനിച്ച ജലപ്രളയം അഥവാ തൂഫാൻ. അതിലൂടെ ലോകത്തുള്ള മനുഷ്യകുലത്തിൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരുമായ രണ്ട് വിഭാഗം ജനങ്ങളെ അള്ളാഹു കൃത്യമായി വേർതിരിക്കുകയായിരുന്നു. തൂഫാനിൽ രക്ഷപ്പെട്ടത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ റിസാലത്തിനെ അംഗീകരിക്കുന്ന ആൾക്കാർ മാത്രമായിരുന്നു. അങ്ങനെ അന്നുണ്ടായിരുന്ന മനുഷ്യന്മാർ, അന്ന് മനുഷ്യകുലം എന്ന് പറയുമ്പോൾ ഇന്നത്തേതുപോലെ ഒരുപാട് വൻകരകളിൽ പടർന്നു കിടക്കുന്ന ഒരു വലിയ ജനവിഭാഗമല്ല. ഇന്ന് നമുക്ക് ലഭ്യമായ അനുമാനങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്മാർ ആദ്യകാലത്ത് താമസിച്ചു തുടങ്ങിയത് നദീതടങ്ങളിലായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യ ചരിത്രത്തിൽ തന്നെ നദീതട സംസ്കാരങ്ങൾ വരുന്നത്. ആ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർ ഏറ്റവും ആദ്യമായി താമസിച്ചിരുന്ന നദീതടങ്ങൾ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും തീരങ്ങളായിരുന്നു. അതുപോലെ തന്നെ നൈൽ നദിയുടെ തീരമായിരുന്നു. ഈ പ്രധാനപ്പെട്ട അറേബ്യൻ ഭൂവിഭാഗത്തിലുള്ള അതിലെ കടന്നുപോകുന്ന ഈ പ്രധാനപ്പെട്ട നദികളുടെ തീരങ്ങളിൽ നടത്തിയ ഉത്ഖനനങ്ങളിലൂടെ ആധുനിക ഭൂമിശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരുപാട് യാഥാർത്ഥ്യം, മനുഷ്യന്മാർ ഏറ്റവും ആദ്യമായി താമസിച്ചിരുന്നത് മെസപ്പൊട്ടേമിയയിലായിരുന്നു എന്നതാണ്. ഇന്ന് ഇറാഖ്, ഇറാൻ എന്നൊക്കെ പറയുന്ന പ്രദേശത്തെയാണ് പണ്ടുകാലത്ത് ഈ പേര് കൊണ്ട് വിളിക്കുന്നത്. അവിടെ നദികളുടെ തീരത്ത് തങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കാർഷിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗം മാത്രമായിരുന്നു സത്യത്തിൽ നൂഹ് നബിയുടെ കാലത്തുണ്ടായിരുന്നത്. അവിടെയല്ലാതെ മറ്റെവിടെയും വ്യാപകമായി മനുഷ്യന്മാർ ഉണ്ടായിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ ശുദ്ധീകരണ പ്രക്രിയയായ തൂഫാൻ എന്ന ജലപ്രളയം മനുഷ്യകുലത്തിൽ മുഴുവനും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു പ്രയാസവുമില്ല. മനുഷ്യകുലത്തിൽ മുഴുവൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതെല്ലാ വൻകരകളിലും എത്തി എന്നതിനെ അർത്ഥമാക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം മനുഷ്യന്മാർ ജീവിക്കുന്നത്, അധിവസിക്കുന്നത് വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്ത് മാത്രമാണ്. അങ്ങനെ ഈ പ്രളയമുണ്ടായി. പ്രളയം എല്ലാതരം സമൂഹങ്ങളെയും സ്വാധീനിച്ചു. പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ രക്ഷപ്പെട്ടുവെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ശക്തമായ ആശങ്കയും ആധിയും ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും പോലെ എല്ലാ കാര്യങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായ, തീർത്തും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ ഏതു നിമിഷവും ജലപ്രളയമടക്കമുള്ള മഹാവിപത്തുകൾ, ശിക്ഷകൾ എന്നോണം നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിശ്വാസം, എന്ന ഒരു ധാരണ അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്മാർക്കിടയിലുണ്ടായിരുന്നു. അതിൽ ചില ആൾക്കാരൊക്കെ വിചാരിച്ചത്
അത് ഈ ഭൂമിയുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നാണ്. അതിനെ തുടർന്ന് ആ ധാരണയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അന്ന് ജീവിച്ചിരുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രളയത്തിന്റെ ശേഷം അദ്ദേഹത്തിനുണ്ടായ മക്കൾ 3 പേരായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. സാം, ഹാം, യാഫത്ത്. ഈ 3 മക്കളും തങ്ങൾ നിൽക്കുന്ന നാട് സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുകയും അതിനെ തുടർന്ന് അവർ ഭൂഗോളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് മനുഷ്യൻ ലോകത്തെമ്പാടും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പരക്കുന്നത്. ആ കൂട്ടത്തിൽ സാം എന്ന നൂഹ് നബിയുടെ മകൻ വന്നത് അല്ലെങ്കിൽ പോയത് അറേബ്യൻ മേഖലയിലേക്കായിരുന്നു. അദ്ദേഹമാണ് അറേബ്യൻ മേഖലയിൽ അധിവാസം ഉറപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ മക്കളുടെ ചരിത്രവും അദ്ദേഹത്തിന്റെ വംശത്തിന്റെ ചരിത്രവും അതുകൊണ്ടുതന്നെ അറബികളുടെ ചരിത്രമാണ്. ആ ഭൂപ്രദേശങ്ങളെ അതുകൊണ്ട് തന്നെ സാമിന്റെ നാട് എന്നാണ് വിളിക്കുക. ചരിത്രം അങ്ങനെയാണ് പരിചയപ്പെടുത്തുക. സെമിറ്റിക്കുകൾ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പ്രയോഗിക്കാറുള്ളത്. അവരുടെ ഭാഷകളെ സെമിറ്റിക് ഭാഷകൾ എന്ന് പറയുന്നു. അറബി ഭാഷ സെമിറ്റിക് ഭാഷകളിലെ ഒരു ഭാഷയാകുന്നു. അതുകൊണ്ട് തന്നെ സാം ബിൻ നൂഹ് എന്ന നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ വന്നത് അറേബ്യയിലേക്കായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സാമിന് പിന്നെയും മക്കളുണ്ടായി. സാമിന്റെ മകന്റെ പേര് അറാം എന്നായിരുന്നു. ഇറം എന്ന് ഖുർആൻ പറയുന്നതും അറാം എന്ന് ഭൗതിക ചരിത്രം പരിചയപ്പെടുത്തുന്നതും ആര്യന്മാർ എന്ന് ഭാരതീയ ചരിത്രം പരിചയപ്പെടുത്തുന്നതും ഒരേ വിഭാഗത്തെയായിരിക്കാനാണ് സാധ്യത. അതായത് നൂഹ് നബിയുടെ മകൻ സാമിന്റെ മകനായ ഇറമിന്റെ വംശപരമ്പരയെ. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആമുഖത്തിൽ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത്. ഭാരതീയർ എന്ന അർത്ഥത്തിൽ ആര്യന്മാരുടെ ചരിത്രം ഉൾക്കൊള്ളുന്നവരായ നാം തീർച്ചയായും ആദ് സമുദായത്തിന്റെ ചരിത്രവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജനവിഭാഗമാണ്. ഇറമിന്റെ കാലശേഷം വന്ന ഒരുപാട് തലമുറയുണ്ടായിട്ടുണ്ട്. ആ തലമുറയിലെ ആദ്യത്തെ തലമുറയാണ് ആദ് എന്ന് പറയുന്ന തലമുറ. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് ജനതയെ നിങ്ങളുടെ നാഥൻ എന്തു ചെയ്തു എന്ന് നബിയെ അങ്ങ് കാണുന്നില്ലേ, അങ്ങ് കണ്ടില്ലേ? ഇറമദാത്തിൽ ഇമാദ്. ആദ് എന്ന് പറഞ്ഞാൽ ഇറം ജനതയുടെ, ഇറമിന്റെ മക്കളായ ആദിന്റെ, അല്ലെങ്കിൽ ഇറമിന്റെ വംശാവലിയിലെ ആദ്യത്തെ കണ്ണിയായ ആദിന്റെ. ദാത്തിൽ ഇമാദ്, വലിയ തൂണുകളുള്ള സ്തംഭങ്ങളിൽ മനോഹരമായ കെട്ടിടശില്പങ്ങൾ സ്ഥാപിക്കാൻ മാത്രം കരവിരുതും കഴിവുമുണ്ടായിരുന്ന ആൾക്കാർ. അല്ലദീന ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഒരു നാട്ടിലും തത്തുല്യരായി ആരെയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലുള്ള കരുത്തും ശേഷിയും ആരോഗ്യവും ആകാര സൗഷ്ഠവവുമുള്ള ജനത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് ഇറമിന്റെ മക്കളായ ആദിന്റെ തലമുറയെയാണ്. ഇവരെയാണ് നമുക്കിന്ന് പരിചയപ്പെടുത്താനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർ സെമിറ്റിക്കുകളാണ് എന്ന് പറഞ്ഞു. സെമിറ്റിക്കുകൾ സാം ബിൻ നൂഹിന്റെ മക്കളുടെ തലമുറയായതുകൊണ്ടാണ് സെമിറ്റിക്കുകൾ എന്ന് പറയുന്നത്. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഷേമ്യർ എന്ന് പറയുന്ന വിഭാഗം സെമിറ്റിക്കുകളാണ്. അവരെ സെമിറ്റിക്കുകൾ എന്നാണ് അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ് വംശം താമസിച്ചിരുന്നത് അറേബ്യയിലായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ പേര് സുമേരിയക്കാർ എന്നാണ്. ഭൗതിക ശാസ്ത്രം അറിയുന്ന ആൾക്കാർക്ക്, ചരിത്ര ശാഖകൾ അറിയുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ചരിത്രത്തിൽ ഏറ്റവും ആദ്യം പരിചയപ്പെടുത്തപ്പെടുന്ന തലമുറയാണ് സുമേരിയക്കാർ. സുമേരിയക്കാർ എന്ന് പറയുന്നത് നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരെയാണ് ഏകദേശം അങ്ങനെ പറയുന്നത്. എന്നാൽ അവർക്ക് ശേഷം വന്ന ലോക ചരിത്രത്തെ സ്വാധീനിച്ച ആദ്യത്തെ തലമുറ സെമിറ്റിക്കുകളായിരുന്നു. ആ സെമിറ്റിക്കുകളുടെ കൂട്ടത്തിലെ ആദ്യത്തെ തലമുറ ആദ് സമുദായവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സമൂഹങ്ങൾക്കിടയിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ജനവിഭാഗമാണ് ആദ് സമുദായം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രത്യേകമായി നൽകി. അതെന്തെന്നാൽ, ഒന്ന്,